ത്രിയേക ദൈവത്തിന് സ്തുതി. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഞാൻ ഗീവറിസച്ച് ഞാൻ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ അടുക്കിലേക്ക് വരുന്നത്. സത്യസുറിയാനി സഭ എന്തുകൊണ്ടാണ് സത്യസുറിയാനി സഭ എന്ന് വിളിക്കപ്പെടുന്നത്? നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ ജീവനുള്ള വചനങ്ങൾ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. അപ്പോൾ യേശു ക്രിസ്തു എന്ന സത്യം എന്ത് വചന ശുശ്രൂഷയിലൂടെ പരിശുശ്രൂഷയിലൂടെ പറഞ്ഞിട്ടുണ്ടോ, ആ പറഞ്ഞതിനൊക്കെ ഓരോ കൂടിവരവെങ്കിലും ആരാധനയിലും അനുഷ്ഠിക്കുന്ന ഏത് കൂട്ടമാണോ അവരാണ് സത്യവിശ്വാസികൾ. ആ സത്യവിശ്വാസികൾ ആണ് നമ്മളെന്ന് പറയുവാൻ നമ്മുടെ കൂദാശക്രമങ്ങളും ആരാധനയുടെ സഭ ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുന്ന എല്ലാ ആരാധനകളും എടുത്തു നോക്കുക. അതാത് സന്ദർഭങ്ങൾക്കനുസരിച്ച് ആ കർത്താവിൻ്റെ ജീവനുള്ള വചനത്തോട് ചേരുന്നതായ പ്രാർത്ഥനകളും ശുശ്രൂഷകളും ക്രമീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രത്യേകത. എല്ലാ കൂദാശകളും ആ വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ മനസ്സിലാവും, ഈ കൂദാശ ഈ വചനപ്രകാരം, ആ ശുശ്രൂഷ ഈ വചനപ്രകാരം. ഇങ്ങനെ കൃത്യമായിട്ട് വചനങ്ങളിൽ നിന്ന് മാത്രം ഉത്തരം കണ്ടെത്താൻ കഴിയുന്ന വിധത്തിൽ കൂദാശകളെ ക്രമീകരിച്ചിരിക്കുന്നത് ഏകസഭ നമ്മുടേതാണെന്ന് നമുക്ക് പറയാം, അഭിമാനത്തോടെ പറയാം. അതാണ് സത്യവിശ്വാസി. കാരണം എല്ലാ സകല കൂദാശകളും രാജ്ഞിയാണ് വിശുദ്ധ കുർബാന. ഈ വിശുദ്ധ കുർബാന നിർവഹിക്കപ്പെടുമ്പോൾ പരസ്യശ്രൂഷ ആരംഭിക്കുന്നത് എങ്ങനെയാണ്? നിന്മാതാ വിശുദ്ധന്മാരെന്നിവർ തൻ പ്രാർത്ഥനയാൽ എന്നുള്ള ഗീതത്തിന് മുമ്പ് മറിയാം തീരത്തൊക്കെ പറയുന്നുണ്ട്. അതായത്, നിന്നെ പ്രസവിച്ച മറിയാമും നിന്നെ മാമോദീസാമൊക്കെ യോഹന്നാനും നിന്നോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. ഇവിടെയാണ് പരസ്യശ്രൂഷയുടെ ആരംഭം. ഈ പരസ്യശ്രൂഷ ആരംഭിക്കുമ്പോൾ പറയുന്നത് എന്താ? തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം അത്രമാത്രം പിതാവാകുന്ന ദൈവം ലോകത്തെ സ്നേഹിച്ചു. ആ സ്നേഹിച്ച ദൈവം തിരഞ്ഞെടുത്ത മാതാവായ മറിയാം, അവളിൽ നിന്ന് പരിശുദ്ധാത്മാ മുഖാന്തരം ജഡശരീരം സ്വീകരിച്ച പുത്രൻ, ആ പുത്രനെ പ്രസവിച്ച മാതാവേ, നീ കാനാവിലെ കല്യാണ വിരുന്നിൽ വെള്ളത്തെ മേൽത്തരം വീഞ്ഞാക്കുവാൻ നിന്നോട് അപേക്ഷിക്കുന്നു. വെള്ളത്തെ മേൽത്തരം വീഞ്ഞാക്കുവാൻ എന്നുള്ളത് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. വീഞ്ഞ് അവിടെ തീർന്നു പോയി എന്ന് പറയുന്നു. അവിടെ പുത്രൻ പറയുന്നു, നമുക്കിവിടെ എന്താ കാര്യമെന്ന് ചോദിച്ചെങ്കിലും മാതാവിൻ്റെ വാക്കുകളെ അംഗീകരിക്കുന്ന പുത്രൻ വെള്ളത്തെ മേൽത്തരം വീഞ്ഞാക്കി പരിവർത്തനം ചെയ്യിക്കുന്നു. അങ്ങനെ നിൻ്റെ മാതാവിൻ്റെ വാക്ക് കേട്ടവൾ, ആ മാതാവിൻ്റെ വാക്ക് കേട്ടവനാണ് നീ, അതനുസരിച്ചവനാണ് നീ, അതനുസരിച്ച് അവിടെ ഏറ്റവും ശ്രേഷ്ഠമായി തന്നെ സംഭാവന ചെയ്തവനാണ് നീ. നീ ഞങ്ങളിൽ നിൻ്റെ നന്മ സംഭാവന ചെയ്യും. പോരാ, നിന്നെ ഞങ്ങൾക്ക് കാണിച്ചു തന്നതാരാണ്? യോഹന്നാൻ സ്നാപകനാണ്. യോഹന്നാൻ സ്നാപകൻ എങ്ങനെയാണ് കാണിച്ചു തന്നത്? നമ്മളെല്ലാവരും വിളിച്ചു നിർത്തി കാണിക്കും? അല്ല, അവൻ്റെ കൂടെ വന്ന ശിഷ്യഗണത്തോട് പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അവൻ്റെ ചെരുപ്പിൻ്റെ വാറ് പോലും അഴിക്കാനുള്ള യോഗ്യത എനിക്കില്ല. അപ്പോൾ യോഹന്നാൻ്റെ ശിഷ്യന്മാർ ചെല്ലും അവൻ്റെ പിന്നാലെ പോയി. അങ്ങനെ ആദ്യമായി ലോകത്തിന് ദൈവത്തിൻ്റെ ജീവനുള്ള കുഞ്ഞാടിനെ കാണിച്ചു കൊടുത്ത യോഹന്നാൻ സ്നാപകൻ അങ്ങനെ നമ്മളിലേക്ക് എത്തുന്ന വഴിയാണ് കാണിക്കുന്നത്. അങ്ങനെ അത് നമ്മളിലേക്ക് എത്തുന്നു. ശിഷ്യന്മാർ ലോകം മുഴുവൻ പോയി പ്രസംഗിച്ചാണല്ലോ കർത്താവായ യേശു ക്രിസ്തു എന്ന് പറയുന്ന സത്യത്തെ ലോകത്തിന് വെളിപ്പെടുത്തി കാണിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം തൃത്വശുദ്ധി പ്രാർത്ഥന, നിന്മാതാ വിശുദ്ധന്മാർ എന്നുള്ള ഗീതമുണ്ട്, അതും മധ്യസ്ഥതയാണ്. മധ്യസ്ഥത എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? നീതിമാൻ്റെ ഓർമ്മ വാഴുവിനായിരിക്കട്ടെ. വിശുദ്ധന്മാരും മാതാവുമായിട്ടുള്ള നീതി ചെയ്തിട്ടുള്ളവരുടെ ഓർമ്മ, വിശുദ്ധന്മാരുടെ ഓർമ്മ എങ്ങനെ അനുഷ്ഠിക്കണമെന്ന് പറയുന്നത് അവരുടെ അവസാനം കണ്ട് അപ്രകാരം നിങ്ങൾ അനുകരിപ്പീൻ എന്ന് പറയുന്നുണ്ട്. അവർ പറഞ്ഞതൊക്കെ അനുകരിക്കാൻ. അപ്പോൾ അതും നമ്മൾ ആ വചനത്തിൽ നിന്ന് തന്നെ എടുത്തതാണ്, അതും അനുസ്മരിക്കുന്നു. അതിനുശേഷം തൃത്വശുദ്ധി പ്രാർത്ഥന, ദൈവമേ നീ പരിശുദ്ധനാവുന്നുള്ളത്, ത്രൈത്വശുദ്ധീകരണ പ്രാർത്ഥന. അവിടെ ത്രിത്വമായിരിക്കുന്ന ദൈവത്തെ ഏകമായി ആരാധിക്കുന്നു. അതിനുശേഷം യേശു ക്രിസ്തു എന്ന സത്യത്തിന് വേണ്ടിയിട്ട് തങ്ങളെന്തെല്ലാം കാണിച്ചു, പ്രവർത്തിച്ചു, സഹിച്ചു എന്നത് സ്ലീഹന്മാരുടെ ലേഖനങ്ങളിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അന്നേരവും യേശു ക്രിസ്തു എന്ന സത്യത്തോടുള്ള പ്രാർത്ഥനയാണ് നമ്മൾ അവിടെ നടത്തിക്കൊണ്ടിരുന്നത്. അതിനുശേഷം കർത്താവ് യേശു ക്രിസ്തു തന്നെ പറയുന്ന ജീവനുള്ള വചനങ്ങൾ തൻ്റെ സുവിശേഷത്തിൻ്റെ ഏവൻഗേലിയോനിൽ നിന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. ഓരോ സന്ദർഭങ്ങൾക്കും ഓരോ സാഹചര്യങ്ങൾക്കും അതാത് ദിവസത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് ഓരോ ദിവസവും ഏത് അധ്യായത്തിൽ നിന്നാണോ ആ അധ്യായത്തിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കുന്നു. അപ്പം ഈ മാതാവ് ശുദ്ധിമതിയായതും യോഹന്നാൻ സ്നാപകൻ കാണിച്ചു തന്നതും ശിഷ്യന്മാർ പിതാക്കന്മാരും ഈ ആർക്ക് വേണ്ടിയിട്ട് ത്യാഗങ്ങൾ സഹിച്ചു എന്നത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. അതാരാകുന്നു? അവൻ്റെ വചനം എന്താവും നമ്മളോട് പറയുന്നത്?
അവൻ വചനമാണ്. ആ വചനം നമ്മളിൽ എങ്ങനെ പ്രാവർത്തികമാക്കണം, അതെന്തിന് എന്നുള്ളതാണ് ആ സുവിശേഷ വായനയിലൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. നമ്മളത് മനസ്സിലാക്കിയതിന് ശേഷം പിന്നെ ചെന്ന് നിന്നിട്ട് കിഴക്കോട്ട് തിരിഞ്ഞ് പിന്നെ പ്രാർത്ഥിക്കുന്ന ഒരു പ്രൊമിയോനാണ്. പ്രൊമിയോൻ കഴിയുമ്പോൾ ഹൂസോയോ അസിയോനോ എന്ന് തുടങ്ങുന്നതായ പാപപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും എന്നുള്ളതായ ഹൂസോയ പ്രാർത്ഥന. പശ്ചാത്താപമാണ്, അനുതാപമാണ്. ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ നിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി, അതുകൊണ്ട് ഞങ്ങൾ അനുദപിക്കുകയാണ്, പശ്ചാത്താപിച്ചു. നമ്മൾ ആ ഹൂസോയ പ്രാർത്ഥനയാണ്. പശ്ചാത്താപം കൊണ്ട് നമ്മളെ തന്നെ അങ്ങ് സമർപ്പിക്കുക. എന്തിനാ? ആ തുടക്കത്തിൽ തൊട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ തുടർച്ച നമ്മൾ പിന്നെ ഏറ്റു പറഞ്ഞു തുടങ്ങുന്ന ഭാഗമാണ്. ഞാൻ പശ്ചാത്താപിക്കുന്നു, നിൻ്റെ ഈ ശരീരരക്തങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്നു, എൻ്റെ കുറവുകൾ ഇത്ര വലുതാണ്. ഇതിന് ശേഷം ധൂപക്കുറ്റി വാഴ്ത്തുന്നു. അങ്ങനെ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. വിശ്വാസ പ്രമാണം കഴിഞ്ഞു. വിശ്വാസ പ്രമാണത്തിൻ്റെ സമയത്ത് വാങ്ങിപ്പോയിരിക്കുന്നവരുടെയും ജഡപ്രകാരം ജീവിച്ചിരിക്കുന്നവരുടെയൊക്കെ പേരുകൾ വിശുദ്ധ കുർബാനയിൽ ഓർക്കേണ്ടവരുടെ ആ ബലിപീഠത്തിന് താഴെയുള്ളതായ ഭാഗത്ത് വിരിച്ചൊരുക്കിയിരിക്കുന്നിടത്ത് വരയ്ക്കുന്നു. അതിന് മുമ്പും തുയമ്പയുടെ സമയത്തൊക്കെ ഉണ്ട് കേട്ടോ, അത് ഞാനിവിടെ പറയുന്നില്ല. അതല്ല ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നു. അതിനുശേഷം ദർഗായിൽ കയറിയെന്ന് പിതാവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പിതാവാൻ ദൈവത്തോട് പ്രാർത്ഥന തുടങ്ങുമ്പോൾ പുത്രൻ്റെ വചനങ്ങളെ നമ്മൾ അനുസരിക്കുന്നു എന്നും അവൻ്റെ മുമ്പാകെ പാപങ്ങളെ മോചിക്കുവാൻ വേണ്ടി ഹൂസോയ പ്രാർത്ഥന നടത്തുന്നു എന്നും പാപപരിഹാരം ചോദിക്കുന്നു എന്നത് നമ്മുടെ മനസ്സിലുണ്ടാവണം. അങ്ങനെയൊക്കെ ചോദിച്ച് നിരപ്പായി എന്നിട്ട് പിതാവാൻ ദൈവത്തോട് ചോദിക്കാൻ നിൽക്കുകയാണ്, പുത്രൻ തമ്പുരാനാകുന്ന ജീവനുള്ള ആ സാക്ഷാൽ ജീവവൃക്ഷത്തിൻ്റെ ഫലമായിരിക്കുന്ന അപ്പത്തെ എനിക്ക് തരണം. അതാണ് ചോദിക്കാൻ നിൽക്കുന്ന ഭാഗം. പിന്നെയുള്ള പ്രാർത്ഥനകളൊക്കെയും അതിനോടനുബന്ധിച്ച് പിതാവാൻ ദൈവത്തോടാട്ടോ. ആ ഭാഗത്തേക്കൊന്നും ഞാൻ പിന്നെ ഇനിയും പോകുന്നില്ല. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, സുറിയാനി സഭയുടെ വിശ്വാസവും പാരമ്പര്യവും സത്യവിശ്വാസത്തിൻ്റെ പാതയും ഒരണൂടെ അങ്ങോട്ടോ ഒരണൂടെ ഇങ്ങോട്ടോ വ്യതിചലിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഈ പാതയിലൂടെ നടന്നു പോകുവാൻ പലപ്പോഴും വളരെ പ്രയാസം. എന്തെന്നാൽ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, സ്വർഗ്ഗരാജ്യത്തിലേക്കുള്ള വാതിൽ വഴി വളരെ ഇടുങ്ങിയതും ഞെരുങ്ങിയതുമാണ്. ലോകത്തിൻ്റെ സുഖം അതിനകത്ത് ഉണ്ടാകത്തില്ല. ലോകത്തിൻ്റെ സുഖം അതിനകത്ത് ഉണ്ടാകത്തില്ല. ഞാനിപ്പോഴും പറയാം, കർത്താവ് പറഞ്ഞിരിക്കുന്നൊരു വചനം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന് അതിതാണ്, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് നൽകുന്നു, അത് ലോകം തരുന്നത് പോലെയല്ല. എല്ലാം മനസ്സിലായോ? തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാണ്. ശിഷ്യന്മാർക്ക് ഭൗമികമായ ഒരു സമാധാനവും അതുങ്ങൾ നേടിയിട്ടില്ല. ഒന്നും കുറയാതെ 40 അടി മേടിച്ചു എന്ന് പൗലോസ്ലീഹ പറഞ്ഞില്ല. നമുക്ക് കേൾക്കുമ്പം ചിരി വരും, കാരണം ബാക്കിയുള്ളവർക്കൊക്കെ ഓർണമെങ്കിലും ചിലപ്പം കുറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഒന്നുപോലും കുറയാതെ 40 ഞാൻ മേടിച്ചു എന്നാണ് പറയുന്നത്. എന്ത് സമാധാനം കിട്ടിയത്? ശിഷ്യന്മാരെല്ലാം തല്ലി മേടിച്ചു, കൊല ചെയ്യപ്പെട്ടു, അത് ക്രൂരമായി തന്നെ. ആർക്ക് വേണ്ടിയാണ്? അവർക്ക് എന്ത് സമാധാനം? ഭൗമികമായ സമാധാനമോ സാമ്പത്തികമായ നേട്ടങ്ങളോ അവരാർജിച്ചില്ല, അവരത് ആഗ്രഹിച്ചോടിയില്ല. ഒന്ന് ഓർത്ത് നോക്കുക, ലോകത്തിൻ്റെ സമാധാനം വേറെ, ദൈവത്തിൻ്റെ സമാധാനം വേറെ. ലോകം കാണുന്ന മരണം ജഡപ്രകാരമുള്ള മരണമാണെങ്കിൽ ദൈവം കാണുന്ന മരണം ആത്മാവിൻ്റെ മരണമാണ്. ഇത് രണ്ടും രണ്ടാണ്. ലോകത്തിൻ്റെ ധനസമ്പാദ്യങ്ങൾ താൽക്കാലികമായി ആർജിക്കുന്നതിന് വേണ്ടി ഒരുപാട് ഉപായങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിലൊന്നാണ് ധ്യാന കേന്ദ്രം, കൃപാസനം, ഇത് മറ്റേത് മറിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്ന തട്ടിപ്പുകൾ. തട്ടിപ്പെന്ന് തന്നെ അതിനെ ഞാൻ പറയും. പണമുണ്ടാക്കാനുള്ള ഉപാധി. ആ പണം ഇങ്ങോട്ട് കിട്ടും, അതിനൊരു ഇച്ചിരി എടുത്ത് ആർക്കെങ്കിലുമൊക്കെ നാട്ടുകാർ കാങ്കെ കൊടുക്കും. നിൻ്റെ വലത് കൈ ചെയ്യുന്നത് നിൻ്റെ ഇടത് കൈ അറിയരുതെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ നമ്മളുടെ സഭയിലാകട്ടെ, ഇന്നത്തെ ക്രിസ്തീയ വിശ്വാസികളുടെ ഇടയിലാകട്ടെ, എല്ലാം കച്ചവടമായി മാറിയില്ലേ? ആശുപത്രി നടത്തുന്ന കച്ചവടം, കോളേജ്, സ്കൂള്, ഇതെല്ലാം കച്ചവടമാണ്. അതിനകത്ത് ഏറ്റവും ഭീകരമായൊരു സംഭവമുണ്ട്. അതിനകത്ത് എല്ലാ സമുദായങ്ങളും ഉണ്ട്, ക്രിസ്ത്യാനികൾ മാത്രമല്ല കേട്ടോ. ഹിന്ദുക്കളുണ്ട്, ഹിന്ദുക്കളിലെ എല്ലാ സമുദായങ്ങളും ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്. ഇതിനകത്ത് അറിയാം, എയ്ഡഡ് സമ്പ്രദായം. സ്കൂളുകൾക്കും കോളേജുകൾക്കൊക്കെ എയ്ഡഡ് സമ്പ്രദായം ഉദ്ദേശിക്കുന്നത് എന്നറിയോ? അതാത് സമുദായത്തെ ഉദ്ധരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെന്നാണ് വിശ്വാസം പഠിപ്പിക്കുന്നത്. വിശ്വാസം എന്ന് പറഞ്ഞാൽ ആളുകളെ പഠിപ്പിച്ചു വച്ചിരിക്കുന്നത് അതാത് സമുദായത്തെ അങ്ങ് ഉദ്ധരിച്ചുയർത്തുന്നതിന് വേണ്ടി അല്ല എന്ന് അസന്നിഗ്ധമായി പറയാൻ എനിക്ക് കഴിയും.
ആ സമുദായത്തിൻ്റെ പേരിൽ ആർജിച്ചിരിക്കുന്ന സ്കൂളോ അല്ലെങ്കിൽ ആ സഭയുടെ പേരിൽ ആർജിച്ചിരിക്കുന്ന സ്കൂളോ കോളേജോ എന്ത് എയ്ഡഡ് സംവിധാനമായിക്കൊള്ളട്ടെ, ഈ സംവിധാനങ്ങളെ നടത്തുന്ന ഒരു മാനേജ്മെൻറ്റ് സംവിധാനമുണ്ട്. അവർക്ക് മാത്രമാണ് അതിൻ്റെ ലാഭം, സമുദായത്തിനല്ല, ആ സഭയ്ക്കല്ല. ഒരു തർക്കവും വേണ്ട കാര്യത്തിൽ, അതിന് യാതൊരു തർക്കവുമില്ല. വളരെ കൃത്യമായി പറഞ്ഞാൽ എയ്ഡഡ് സമുദായത്തിലുള്ള സ്കൂളുകളിലും കോളേജുകളും, ഇപ്പം ഞാനൊരു മാനേജ്മെൻറ്റ് സംവിധാനത്തിലൊരു സ്കൂൾ ആരംഭിച്ചു, സർക്കാർ അതിന് ഗ്രാൻറ്റ് കൊടുക്കുക. അപ്പം പിന്നെ സർക്കാർ ഗ്രാൻറ്റ് കൊടുക്കുമ്പോൾ സർക്കാർ 2 പേരെ അങ്ങോട്ട് നിയമിച്ചോളൂ, അതൊക്കെയാണ്. ചുരുക്കി പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഞാൻ വേലക്കാരെ വെക്കും, എൻ്റെ സൗകര്യം അനുസരിച്ചുള്ളവരെ. പക്ഷെ നിങ്ങൾ കണ്ടു നിൽക്കുന്ന നാട്ടുകാരൻ ശമ്പളം കൊടുത്തോണം. ഇതാണ് എയ്ഡഡ് സമ്പ്രദായം. ഇങ്ങനെയുള്ള ബിസിനസ്. ഹോസ്പിറ്റലുകൾ സേവനം എന്ന് പറഞ്ഞു. സേവനം എന്ന് പറഞ്ഞാൽ പ്രതിഫലം ഇച്ഛിക്കാതെ ചെയ്യുന്ന പ്രവർത്തിക്കുക സേവനം എന്ന് പറഞ്ഞാൽ. ഒരു ഹോസ്പിറ്റലും സേവനമല്ല, ഒരു കോളേജിൽ സേവനമല്ല, ഒരു പള്ളിയിൽ ചെന്നിട്ട് ഒരു മെഴുകുതിരി പോലും നിനക്ക് സേവനമായിട്ട് കിട്ടത്തുമില്ല. കൃപാസനത്തിൻ്റെ ജോസഫച്ചൻ പറയുന്നിട്ട് പത്രം വിൽക്കാത്തതുകൊണ്ട് ഞാൻ അവളോട് ഇറങ്ങിപ്പോടി എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു. ഇത്ര പെട്ടെന്ന് ഇവൾ പത്രം വിട്ടിട്ടുണ്ടോ, എങ്ങനെ ഒക്കെ ചീട്ട് കിട്ടി എന്നെ കാണാൻ, ഞാൻ ആരാവാവും? യേശുക്രിസ്തുവിനെ കാണാനായിട്ട് ഒരു ചീട്ടും വേണ്ടായിരുന്നു, ഒരു പത്രവും വിൽക്കണ്ടായിരുന്നു, ഒരു പണം അടച്ച റെസീറ്റ് വേണ്ടായിരുന്നു, ഇതൊന്നും വേണ്ടായിരുന്നു. യേശുക്രിസ്തു പറഞ്ഞ് ഞാൻ സൗജന്യമായിട്ട് നിനക്ക് രക്ഷ തരും. എനിക്ക് നിൻ്റെ രക്ഷ സൗജന്യമായിട്ട് വേണ്ട, ഞാൻ കാശ് കൊടുത്ത് ഞങ്ങളുടെ ധ്യാനഗുരുക്കന്മാർ എടുക്കുന്നു അല്ലെങ്കിൽ അവിടെയുള്ള ദർശനക്കാർ എടുക്കുന്നൊക്കെ ഞാൻ മേടിച്ചോളാം. എന്നാ ചെയ്യാനടാ പോയി? ഒന്നും ചെയ്യാൻ പറ്റില്ല. നീ അങ്ങനെ പോവല്ലേ? അവിടെ സൗജന്യമായിട്ട് നിനക്ക് രക്ഷ തരുന്നു. ഈ സത്യവിശ്വാസത്തിൻ്റെ പാതയിൽ നിൽക്കുന്ന വിശ്വാസ സമൂഹത്തിനോട് തന്നെയാണ് ഞാനിത് പറയുന്നത്. നീ ക്രിസ്തുവിനെ ഉപേക്ഷിച്ച് പോയാൽ നിനക്ക് നന്മ വരില്ല. നീ വചനം വിട്ടിട്ട് അവിടെ കൊട്ടാനും ഇവിടെ കൊട്ടാനും പാടാനും ഒക്കെ പോയി നിനക്ക് അവിടെ കുറേ കാശ് ചെലവഴിച്ചാൽ നിനക്ക് നന്മ വരില്ല. വിശക്കുന്നവന് നീ അപ്പം കൊടുക്കടാ, ദാഹിക്കുന്നവന് നീ വെള്ളം കൊടുക്കടാ, ഉടുപ്പില്ലാത്തവനൊരു ഉടുപ്പ് മേടിച്ചു കൊടുക്കടാ. താൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എന്നെ അടുത്തറിയാവുന്നവരോട് മാത്രം ചോദിച്ചാൽ മതി. ഞാൻ ചെയ്തതിനെക്കുറിച്ച് ഞാൻ ആരോടും പറയില്ല. ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് എന്നെ അടുത്തറിയാവുന്ന ആളുകളുണ്ട്, അവരോട് മാത്രം ചോദിച്ചാൽ. മാറി നിന്ന് വിമർശിക്കുന്നവരോട് ഞാനൊന്നും പറയാറില്ല, കാരണം അവർക്ക് എന്നെ അറിഞ്ഞുകൂടാ, കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. ബൈബിൾ വായിക്കാത്തവരോട് ചോദിക്കുകയല്ലേ, യേശു ക്രിസ്തുവിനെ മാതാവ് പ്രസവിച്ചൊടിയ കാര്യത്തൊഴുത്തിലാന്ന് പറയില്ലേ? കാര്യത്തൊഴുത്തിലാന്ന് ബൈബിളുണ്ടോ? ഇല്ല. ഏത് വശത്ത് കിടന്ന് കള്ളനാ സ്വർഗത്തിൽ പോയെന്ന് ചോദിച്ചാൽ ഉടനെ നമ്മൾ പറയില്ലേ വലതുവശത്താന്ന് ബൈബിളുണ്ടോ? ഇല്ല. അപ്പം ഇല്ലാത്തത് കേട്ട് മനസ്സിലാക്കിയിട്ട് നമ്മളുള്ളതായിട്ട് പറയും എന്ന് പറഞ്ഞ പോലെ പറയുന്ന ആളുകളെ ഞാൻ അംഗീകരിക്കുന്നില്ല. ഒന്നോർക്കുക, സഭയുടെ ശുശ്രൂഷകളെല്ലാം നീയാകുന്ന കൃഷിസ്ഥലത്തെ ഉത്തമ കൃഷിഭൂമിയാക്കി മാറ്റി അവിടെ നല്ല ഫലം പുറപ്പെടുന്ന വിത്തുകളെ വിതയ്ക്കുന്നതാണ് എല്ലാ കുദാശകളും. ഒരു കുദാശ പോലും അല്ലാത്തതില്ല. അതല്ലാത്തടത്ത് പോകുമ്പോൾ നീ ഓർത്ത് വെക്കേണ്ടതായൊരു കാര്യം, കാട് കയറി കിടക്കുന്ന പറമ്പിൽ പാമ്പ് കയറും. നിന്റെ മനസ്സും ശരീരവും നീ ആത്മീയമായി ഉണർത്താതെ സഭയുടെ വിശ്വാസാചാര അനുഷ്ഠാനങ്ങളെ പാലിച്ച് ജീവിക്കാതെ അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് നിൻ്റെ മനസ്സിനെ ശരീരത്തെ എവിടെയും കൊണ്ടുവന്ന് കളഞ്ഞാൽ അവിടെ കാട് കയറും, പിശാചെന്ന പാമ്പും കയറും. അത് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ മനസ്സിനും വെളിവുണ്ടാവില്ല. കുറച്ച് ദിവസത്തേക്ക് ഒരു ഗ്ലൂമി ആയിട്ട് നടക്കാം, കുറച്ച് ദിവസത്തേക്ക് അതിവിശുദ്ധനാണെന്ന് സ്വയം തോന്നിയേക്കാം. അങ്ങനെ നീ നിന്നെ തന്നെ ത്യജിച്ച് കളഞ്ഞ് നിൻ്റെ ആത്മാവിലും ശരീരത്തിലും ദേഹിയിലുമൊക്കെ നീ കാട് കയറ്റി പാമ്പിനെ, അതായത് പിശാചിനെ കയറ്റുന്ന അവസ്ഥ വരും. വിശ്വാസ സമൂഹമേ, എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് നിങ്ങളെ പറ്റിക്കുവാൻ ഇറങ്ങുമ്പോൾ അവരുടെ ലക്ഷ്യം നിങ്ങളെ കൊണ്ട് കമ്പിളി പുതപ്പാണെന്ന് വിചാരിച്ചുകൊണ്ട്, അഥവാ കരിമ്പടമാണെന്ന് വിചാരിച്ചുകൊണ്ട് കരടിയെടുത്ത് പുതപ്പിക്കുകയാണ്. നോക്കുമ്പം കറുത്ത് കിടക്കുന്ന സാധനം, നല്ല നോക്കുമ്പോൾ നല്ല രോമമൊക്കെ ഉണ്ട്, അപ്പോൾ പുതപ്പാണ്, നല്ല തണുപ്പ് കൊണ്ടെടുത്ത് പുതച്ചേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് കരിമ്പട അഥവാ കമ്പിളി പുതപ്പാണെന്ന് വിചാരിച്ചുകൊണ്ട് കരടിയെടുത്ത് പുതപ്പിക്കുന്ന അനുഭവം. അത്തരം അനുഭവം സഭയിലേക്ക് കയറി വരരുത്. ഒന്നും കൂടെ ഞാൻ പറയുകയാണ്, കാട് കയറിയ പാമ്പ് പറമ്പിൽ. അപ്പം അത് വെട്ടിത്തെളിച്ച് നല്ല കൃഷിക്കാരനാകുക. നിൻ്റെ മനസ്സാകും, ശരീരമാകുന്ന, ആത്മാവാകുന്ന ആ 3 അവസ്ഥയിലും നീ സഭയുടെ സത്യവിശ്വാസവും പഠിപ്പിക്കലും എന്താണെന്ന് അറിഞ്ഞ് അതിൻ്റെ നല്ല വിത്തുകളെ
കൃഷി ചെയ്ത് നല്ല ഫലം ഉണ്ടാക്കുക. അങ്ങനെ ചെയ്തവരാണെന്നേ പരിമല തിരുമേനി ആകട്ടെ, ഇന്ന് വരെ ആദ്യം മുതൽ ഇന്ന് വരെയുള്ള വിശുദ്ധന്മാർ ഈ ധ്യാനം പരിപാടി, കരിസ്മാറ്റിക് പരിപാടി എവിടെ തുടങ്ങി, എന്ന് തുടങ്ങി, ചില ആളുകൾക്ക് കുറച്ച് റിലീഫ് ഉണ്ടാകുമെന്നാണ് പറയുന്നത്. എവിടെ നിന്നുണ്ടായെന്ന? അപൂർവമായിട്ട് സഭയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു ധ്യാന കേന്ദ്രത്തിൽ പോയി ഭയങ്കര വിശുദ്ധനാണെന്ന് വിചാരിച്ച് സ്വമേധയാ വന്ന ഒരാളെ എനിക്കറിയാം. ഞാൻ ആളെ പേരും പറയുന്നില്ല, കാരണം പറഞ്ഞാൽ അത് ശരിയാവില്ല. ഇപ്പോൾ അടിച്ച് പൂക്കുറ്റിയായിട്ട് നടപ്പുണ്ട്. കള്ളുകൂടിയൊക്കെ ആയിട്ടാണ് ചെന്ന് മാനസാന്തരപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും പറഞ്ഞു, അയ്യോ അയാളെ മാറ്റം കണ്ടോ, എന്ത് ഭംഗിയാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കാത്തിരുന്ന് കാണാമെന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു സുഹൃത്തിന് പറയാം, ഫുൾ ടൈം തന്നെയാണ്. അപ്പോൾ ഒരു 6 മാസം, 1 വർഷം വരത്തേക്കൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പം പഴയ പോലെ. ഇതിൻ്റെ പേരിൽ കുറേ ധനസമാഹരണം നടത്തുക, കുറച്ച് പേരെ എന്തെങ്കിലുമൊക്കെ കൊടുത്തൊന്ന് പറ്റിക്കുക, ഉടുക്കാനും കൊള്ളില്ല പുതയ്ക്കാനും കൊള്ളില്ലാത്ത രീതിയിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്തു എന്ന് വരുത്തി തീർക്കുക. അപ്പോൾ സർക്കാർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർക്കാരല്ല, ചില ഈ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനം നടത്തുന്ന സമൂഹത്തിലെ നന്മമരങ്ങളുണ്ടല്ലോ, ഒരുപാട് പ്രഖ്യാപനങ്ങളുണ്ട്. ഞാൻ അവർക്ക് വീട് വെച്ച് കൊടുത്തേക്കാം, ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും, അതുവരെ എൻ്റെ അടുക്ക ചെന്ന് മൈൻഡ് പൊലിഞ്ഞിട്ടുണ്ടാവില്ല, ഞാൻ അവർക്ക് അത് ചെയ്ത് കൊടുത്തേക്കാം, ഇവർക്ക് ഇത് ചെയ്ത് കൊടുത്തേക്കാം. അവസാനം സർക്കാരും ഉണ്ടാകില്ല, ഇവനും ഉണ്ടാകില്ല. അവർ പഴയ പോലെ പത്രത്തിൽ നല്ല വെണ്ടയ്ക്ക വലിപ്പത്തിൽ അവരുടെ ആ വാഗ്ദാനങ്ങളെക്കുറിച്ചുള്ള വാർത്തയും വരും, അവർ പേരെടുക്കും. ഇപ്പോൾ നടക്കുന്ന സംഭവം അങ്ങനെ തന്നെയാണ്. കേരളത്തിൽ മൊത്തത്തിൽ ഒരു പ്രയോജനം ആർക്കും ഉണ്ടാകാത്ത അവസ്ഥ, അങ്ങനെ ഒരു വഴി അടച്ചു കളയുന്ന അവസ്ഥ. വിശ്വാസത്തിൻ്റെ കാര്യത്തിലും ഈ ധ്യാന കേന്ദ്രങ്ങളിൽ പലതും വഴികളെ അടച്ചു കളയുകയാണ്. യേശുക്രിസ്തുവിലേക്കുള്ള വഴികളെ അടച്ചു കളയുകയാണ്. കൃപാസനം എന്ന് പറയുന്ന സ്ഥലം നടത്തുന്നത് യേശുക്രിസ്തുവിലേക്കുള്ള വഴി അടച്ചു കളയുകയാണ് ചെയ്യുന്നത്. അവിടെ ഒരു പെങ്കൊച്ച് സാക്ഷ്യം പറഞ്ഞിട്ട് ഞെട്ടിപ്പോയി. എല്ലാം മാതാവാതിരുന്നെന്നാണ് പറഞ്ഞത് പുള്ളിക്കാരി. ഞാൻ ഞെട്ടിപ്പോയി. മാതാവിനോടോ വിശുദ്ധന്മാരോടോ പ്രാർത്ഥിക്കാൻ ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അവരുടെ അപേക്ഷ മുഖാന്തരം നമ്മുടെ കർത്താവായ യേശുമിശിഹാ പല കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അവരോട് മാത്രമായിരിക്കണമെന്ന് പറയുന്നില്ല. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ നിർത്തട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായിരുന്നെങ്കിൽ അവനിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അതല്ലാത്ത ഒരഭ്യാസത്തിന് പോയാലും ഒരു കാര്യമില്ല. സഭയുടെ വിശ്വാസാചാര അനുഷ്ഠാനങ്ങളും കുദാശക്രമങ്ങളും ഇരുന്ന് വായിച്ച് ധ്യാനിച്ച് മനസ്സിലാക്കുക. അർത്ഥമറിയില്ലെങ്കിൽ ഒരു അറിയാവുന്ന ആരോടെങ്കിലും ചോദിക്കുക. എനിക്കൊരു കാര്യത്തെക്കുറിച്ച് അർത്ഥം അറിയാൻ പറ്റില്ലെങ്കിൽ ഞാനത് എന്നേക്കാൾ എത്ര കുറഞ്ഞ ആളാണ്, വിദ്യാഭ്യാസം കൊണ്ടോ അതല്ലെങ്കിൽ പ്രായം കൊണ്ടോ ഒക്കെ ചിലപ്പം കുറവുള്ളതായിരിക്കും. പക്ഷേ അവൻ അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ അവൾക്ക് അതിനെക്കുറിച്ച് അറിയാമെങ്കിൽ ഞാൻ ചോദിക്കും. ഒരു ഉളുപ്പമില്ലാണ്ട് അതിനായിരുന്നു അതങ്ങനെ ഉദ്ദേശിച്ച് അതിൻ്റെ അർത്ഥം തന്നെ, അതെന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്, ചോദിക്കുന്നതിന് എനിക്കൊരു മടിയില്ലെന്നേ. അങ്ങനെ ചോദിക്കണം എന്നാണ് കണിയാമ്പറമ്പിലച്ചൻ എന്നോട് പറഞ്ഞു തന്നേക്കുന്നത്. നമുക്ക് അറിവ് പറഞ്ഞു തരുന്നവൻ്റെ പ്രായം, അവൻ്റെ വിദ്യാഭ്യാസം നോക്കണ്ട, അവൻ്റെ അറിവ് മാത്രം നോക്കിയാൽ മതി. ഇന്ന് സഭയിൽ നടക്കുന്ന നേരെ തിരിച്ചാൽ ഈ പറഞ്ഞത് ആര് പറഞ്ഞു? അതാ ഗീവറീസ് കേൾക്കണം. അവൻ പറഞ്ഞാണോ എന്നാൽ വിശ്വസിക്കണ്ട, അവൻ പറഞ്ഞാണോ എന്നാൽ ചെയ്യണ്ട, ചെയ്യാമെന്ന് വിചാരിച്ച അവൻ പറഞ്ഞുകൊണ്ട് ചെയ്യണ്ട. അങ്ങനെ പറഞ്ഞാൽ എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല കേട്ടോ, എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. എന്നെക്കുറിച്ച് ദോഷം പറഞ്ഞിട്ടുള്ള ഒരാൾ പോലും 90% പേർക്ക് തന്നെ നേരിട്ട് പരിചയമുള്ളവരുമല്ല. നേരിട്ട് പരിചയമുള്ളവരും ഏറ്റവും അടുപ്പമുള്ളവരും ഇന്ന് വരെ എന്നെക്കുറിച്ച് ദോഷം പറഞ്ഞിട്ടുമില്ല. അവർ എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് കുറവുണ്ടായാൽ അത് എന്നോട് നേരിട്ടാണ് പറയാറ്. ഞാനത് തിരുത്താറുമില്ല. അവൻ്റെ വിദ്യാഭ്യാസം, അവൻ്റെ സാമൂഹിക ഘടന, നിറം, ഇതൊന്നും ഞാൻ നോക്കാറില്ല. പ്രായം എന്നേക്കാളും അറിവ് കുറഞ്ഞൊരു കുഞ്ഞു വെച്ചാണെങ്കിൽ പോലും പറയുന്നത് ശരിയാണ്, കേൾക്കാറുണ്ട്, ചെയ്യാൻ പറ്റുന്നതാണ് ചെയ്യാറുണ്ട്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ സത്യവിശ്വാസം, സഭയുടെ വിശ്വാസാചാര അനുഷ്ഠാനങ്ങൾ വിശുദ്ധ വേദോത്സവമായിട്ട് എത്രമാത്രം ക്ലബ് ചെയ്തിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ എല്ലാ കൂദാശകളും അണ്ടിതക്സായും എല്ലാ ക്രമീകരണങ്ങളും സത്യവിശ്വാസം വചനാടിസ്ഥിതവുമാണ്. അതുകൊണ്ടാണ് സത്യവിശ്വാസ സഭ എന്ന് നമ്മളെ പറയുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.